ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതുപോലുള്ള ഫ്രെയിമുകൾ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 200 ഒക്കെ വരും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമിന്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്യുക, ഏത് ഡിസൈനാണ് വേണ്ടെങ്കിൽ. അപ്പോൾ ഫ്രെയിമിൻ്റെ ഭംഗി അനുസരിച്ചിട്ട് റേറ്റ് കൂടും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ കാർഡ് സ്റ്റോക്കുകളാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള തന്നെ എടുക്കുക ബാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് കുറച്ച് നേരം നിൽക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ളത് ബാക്കിലോട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ റെഡ് കളർ ഉള്ളത് നമ്മൾ സാധാരണ സ്ക്രാപ്പ് ബുക്കിൽ ഉപയോഗിക്കുന്ന കാർഡാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് സ്ക്രാപ്പ് ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഫോട്ടോൻ്റെ എല്ലാ സൈഡും ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോനെ താഴെ വെക്കാനുള്ള പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് അല്ല, നമ്മളൊരു സൈഡിലേക്ക് നീക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ കളർ കൊടുക്കുന്നതെങ്കിൽ അതിൽ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കളറാണ് നമ്മൾ ഫോട്ടോൻ്റെ ബാക്കിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റെഡ് എടുത്തത്, കാരണം റെഡ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നൊരു കളറാണ്. ഈ ഒരു ഫോട്ടോനെ നമ്മൾ പേപ്പറിലേക്ക് ഡയറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ത്രെഡിൽ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ത്രെഡ് പേപ്പർ ത്രെഡാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ്. ത്രെഡ് സ്റ്റിക്കായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ പിന്നുകൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫോട്ടോ തൂക്കിയിടാനുള്ള പിന്നുകൾ. അപ്പോൾ ഒരു പിന്ന് നമ്മൾ ഫോട്ടോ തൂക്കിയിടാനും ഒന്ന് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനാണ്. അങ്ങനെ 2 പിന്നാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വിചാരിച്ചത് പിന്നിൽ ഡയറക്റ്റായിട്ട് ഈ ഫോട്ടോ വെച്ച് കൊടുക്കാമെന്നാണ്. എന്നാൽ നമുക്ക് 2-3 ഫോട്ടോസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാമല്ലോ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ത്രെഡ് കട്ടിയുള്ളത് കൊണ്ട് തന്നെ പിന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടി വന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ 1-2 നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കളർ കോമ്പിനേഷനാണോ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഈ പിന്നിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ സൈഡിലേക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഫ്രെയിമിൻ്റെ സൈഡിലുള്ള പിന്നുകൾ 2 സൈഡിലേക്ക് നീക്കി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈൻ മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫ്രെയിം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രെയിമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമെങ്കിൽ അത് വാങ്ങിക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ സൈസ് അളന്നെടുത്തിട്ട്, ഇപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 6 സെൻറ്റിമീറ്ററിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഹാമ്പർ ബോക്സിൽ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള മാച്ചിങ് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ തന്നെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്